Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. Yes. Pradeep sir, US വിപണിയെ സംബന്ധിച്ച് സൂചികളെ സംബന്ധിച്ച് ഒരു ഇടിവോട് കൂടിയിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 0.5% ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ട്. S&P 500 0.17% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. US വിപണിയെ സംബന്ധിച്ച് ഇനി വരും സെഷനുകൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഇന്നലെ നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് വീണ്ടും കാണാൻ സാധിച്ചു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 41,700 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 41,400 പോയിന്റിലാണ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ 19,600 പോയിന്റ് ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാവുന്ന ബുള്ളിഷ് ട്രിഗർ 19,950 പോയിന്റിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു 300-400 പോയിന്റിന്റെ നേട്ടം നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിന്റെ വില ഉയരുന്നൊരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് നിലവിൽ ബാരലിന് ഡെറിവേറ്റീവ്സിൽ ബാരലിന് ബ്രെൻഡ് കൂടെ ബാരലിന് 77.680 എന്ന റേഞ്ചിൽ മുന്നോട്ട് പോകുമ്പോൾ WTI ബാരലിന് 73.77 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു റെസിസ്റ്റൻസ് $72-73 ലെവലായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദർസ് എ ട്രെൻഡ് റിവേഴ്സൽ. ബെയറിഷായി ട്രേഡ് ചെയ്തിരുന്ന ക്രൂഡ് ഓയിലിന്റെ ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ $69 ലെവലിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഗോൾഡിനെ സംബന്ധിച്ച് നിലവിൽ ട്രൈ ഔൺസിന് 2,662.22 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ സർ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ഓൾ ടൈം ഹൈ സ്വർണം കാഴ്ചവെച്ചത് സെപ്റ്റംബർ 27 ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ $2,700 ലെവലിന്റെ അടുത്ത് ഇത് ട്രേഡ് ചെയ്തു വരുന്നത്. സോ 2,700-2,720 ഇത് തന്നെയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $20 നേട്ടം നമുക്ക് സ്വർണത്തിൽ പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $2,640 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞൊരു സെഷനിലും 4ാമത്തെ സെഷനിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ആണ് കടന്നു വന്നത്. 25,230 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് കഴിഞ്ഞ ദിവസം നിഫ്റ്റി താഴ്ന്നിട്ടുണ്ടായിരുന്നു. 546 പോയിന്റിന്റെ നഷ്ടമാണ് കഴിഞ്ഞൊരു സെഷനിൽ ക്ലോസിംഗ് ടൈമിൽ നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നും നിഫ്റ്റി ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും FIIസിന്റെ ഭാഗത്തു നിന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെൽ ഓഫ് തന്നെയാണ് ആഭ്യന്തര വിപണിയിൽ നമുക്ക് കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സെൽ ഓഫ് തുടരാനുള്ള സാധ്യതയുണ്ടോ? ഇനി പ്രധാനമായിട്ടും നമ്മൾ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നമ്മൾ ഇന്നലെ കനത്ത സെല്ലിംഗ് ആയിരുന്നു നിഫ്റ്റി 50 കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഇപ്പോഴും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ദേഴ്സ് എ ഹൈ പോസിബിലിറ്റി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുമെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. 25,100 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റി ബാങ്ക് സൂചികയും 1077 പോയിന്റിന്റെ നഷ്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ 51,683 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്കാണ് നിഫ്റ്റി ബാങ്ക് സൂചിക താഴ്ന്നിരിക്കുന്നത്. ബാങ്കിംഗ് ഓഹരികളെല്ലാം തന്നെ വലിയ തോതിലുള്ളൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ചും ആക്സിസ് ബാങ്ക്, കൊട്ടക് ബാങ്ക്, HDFC ബാങ്ക് പോലുള്ള ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആക്സിസ് ബാങ്ക് ഓൾമോസ്റ്റ് ഒരു 4% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നമ്മൾ ബാങ്ക് സൂചികയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിലും നമുക്ക് ഒരു ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും there's a strong possibility
നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പോലും ബെയറിഷായി മാറുമെന്ന്. നമ്മളിപ്പോൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ലെവൽ 51,250. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇതിൽ വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പിന്നീട് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. നമ്മൾ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ സെല്ലിംഗ് കണ്ടിരിക്കുന്നത് ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക് മുതലായ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ ആയിരുന്നു. ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിരുന്നു നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏറ്റവും അധികം നേട്ടം നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ്, സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇന്നലെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 810, 810 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ അദാനി ഗ്രൂപ്പിൻ്റെ ഒക്കെ സ്റ്റോക്കുകളെ കുറിച്ച് പല തവണ ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇത്തവണ നമ്മൾ ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ ആദ്യം ടാറ്റ മോട്ടോഴ്സിൽ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. ഓട്ടോ ഓഹരികളിലൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു ഇടിവ് കഴിഞ്ഞ സെഷനിൽ കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഓൾമോസ്റ്റ് ഒരു 4% നഷ്ടത്തിൽ 925 രൂപ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് സാറിൻ്റെ ലോങ് ടേം വ്യൂ എന്താണ്? നിലവിലെ ഈ ഒരു കറക്ഷനിൽ നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് വൈൻഡ് അപ്പ് ചെയ്യുക, പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ടാറ്റ പവറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിക്കുന്നത്. അടുത്തത് 2% നഷ്ടമാണ് കഴിഞ്ഞൊരു സെഷൻ രേഖപ്പെടുത്തിയത്. 471.8 എന്നുള്ള റേഞ്ചിലാണ് ടാറ്റ പവറിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ പവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരു 3% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് എന്ന് കാണാം. എങ്കിൽ പോലും 1 മന്ത് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 15% മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടാറ്റ പവറിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ടാറ്റ പവറിൽ നമുക്കിപ്പോൾ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ടാറ്റ പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. സോ അതിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 400 രൂപ മുതൽ 460 രൂപ വരെ ആയിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ട്രേഡിംഗ് റേഞ്ച്. കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിനിടെയായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് നൽകിയത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ തോതിൽ ടാറ്റ പവറിലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 450 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷ് ആയിട്ട് ഒരു മൊമെന്റം ഗെയിൻ ചെയ്യണമെങ്കിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അതോടൊപ്പം ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കാര്യമായൊരു നേട്ടമൊന്നും തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും പൊതുവെ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് ഒരു ഔട്ട്ലുക്ക് ഒക്കെ തന്നെ, ഡിമാൻഡ് ഔട്ട്ലുക്ക്, ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് തന്നെ പോസിറ്റീവായിട്ട് തുടരുന്നൊരു സാഹചര്യമാണ്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ടാറ്റ സ്റ്റീലിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ടാറ്റ പവറിന്റെ ഒപ്പം തന്നെ നമുക്ക് ടാറ്റ സ്റ്റീലിലും കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിരിക്കുന്നു. ടാറ്റ സ്റ്റീൽ ആൻഡ് ടാറ്റ പവറിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇത്രയും കനത്ത സെല്ലിംഗ് കണ്ടിട്ട് പോലും ഈ 2 സ്റ്റോക്കും തിരിച്ച ആ ഒരു ഗെയിൻ നഷ്ടമൊക്കെ നികത്താൻ സാധിച്ചു. സോ ടാറ്റ സ്റ്റീലിന്റെ കേസിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 173 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 163 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് അടുത്തത് ചോദിക്കുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഓൾമോസ്റ്റ് ഒരു 1% നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2143 എന്നൊരു റേഞ്ചിലാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? Tata Communications in the കേസിലും Tata Power and Tata സ്റ്റീലിനെ പോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം നല്ല നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ടാറ്റ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ സ്റ്റോക്കിൽ 2 തവണ ഓൾറെഡി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. സോ കറന്റ് ലെവൽസിൽ അഗെയിൻ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ, ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2060 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2160. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2210, 2270, 2330. പ്രേക്ഷകരുടെ ക്വറീസ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഇടയിലും പല ടാറ്റ സ്റ്റോക്കുകളുടെയും ക്വറീസ് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ടൈറ്റനുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ടൈറ്റനെ സംബന്ധിച്ച 2.5% ഒരു നഷ്ടത്തിൽ 3674 എന്ന റേഞ്ചിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടൈറ്റനുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ടൈറ്റന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ തോതിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3520 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 3760, അതിനെ തുടർന്ന് 3840. മെജോ എന്ന പ്രേക്ഷകൻ ടാറ്റ കൺസ്യൂമറുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 3.5% നഷ്ടമാണ് ടാറ്റ കൺസ്യൂമർ രേഖപ്പെടുത്തിയിരുന്നത്. സോ ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1138 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ടിന്ന റബ്ബർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞൊരു സെഷനിൽ 3% നഷ്ടത്തിൽ 1462 രൂപ എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരു 4% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സോ ടിന്ന റബ്ബറിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ടിന്ന റബ്ബർ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, BSEയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും കാണാൻ സാധിക്കില്ല. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1400 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന് 1750 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ എന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ജിയോഫിനുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ജിയോഫിനെ സംബന്ധിച്ച് 1.5% നഷ്ടമാണ് കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയത്. ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് ഒരു പാറ്റേൺ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 365 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 330 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. രാജേഷ് എന്ന പ്രേക്ഷകൻ വോൾട്ടാംപ് ട്രാൻസ്ഫോമേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So Voltamp Transformers is a small cap stock വീണ്ടും. ആൻഡ് ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്.
കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 12,400 റുപ്പീസിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 14,000 രൂപയല്ല. തോമസ് എന്ന പ്രേക്ഷകൻ PC ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% നഷ്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. PC ജ്വല്ലേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് സെഷനിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനെ തുടർന്നായിരുന്നു നമുക്ക് ഇന്നലെ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. PC ജ്വല്ലേഴ്സിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 158 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 165, 185 ഈ ഒരു റേഞ്ചിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ശ്രമിക്കുക. ഗെയിൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ഗെയിലിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 6% അടുത്തൊരു നേട്ടത്തിൽ 240 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഗെയിലിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും കാലത്ത് ഇതൊരു ഗ്യാപ്പ് ഡൗൺ, അതായത് ഒരു താഴോട്ട് ഒരു വലിയ കുതിപ്പായിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് അതിനുശേഷം ബൈ 3:30 PM മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു നഷ്ടം എല്ലാം നികത്താൻ സാധിച്ചു. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഗെയിലിന്റെ കേസിൽ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 230 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 250, അതിനെ തുടർന്ന് 260, അതിനെ തുടർന്ന് 270. കാസ്ട്രോൾ ഇന്ത്യയുടെ ക്വറിയാണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കാസ്ട്രോൾ ഇന്ത്യയെ സംബന്ധിച്ച് 4% നഷ്ടമാണ് കഴിഞ്ഞൊരു സെഷനിൽ പ്രകടമാക്കിയത്. കാസ്ട്രോൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ജൂലൈ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ പാറ്റേണിലോട്ട് പോയിട്ടുണ്ട്. കാസ്ട്രോൾ ഇന്ത്യക്ക് മേജർ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 283 രൂപയിലും മേജർ ആയിട്ട് ഒരു സപ്പോർട്ട് 238 രൂപയിലും കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കാസ്ട്രോൾ ഇന്ത്യ 238 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വേണം ഈ സ്റ്റോക്ക് മോണിറ്റർ ചെയ്യാനായിട്ട്. 238 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ദേവദാസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. ഇസാഫിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 44 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. മെഞ്ഞാന്നത്തെ വ്യാപാരത്തിലായിരുന്നു നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ലോ കാണാൻ സാധിച്ചത്. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. സെർവോടെക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കുമായി, സെർവോടെക് പവർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ക്വറിയും വന്നിട്ടുണ്ട്. സെർവോടെക് പവറിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 5% നഷ്ടത്തിൽ 183 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ജൂൺ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുക 80 രൂപയില. അതിനുശേഷം ഒരു കറക്ഷൻ പോലും നമുക്ക് നൽകാതെ തുടർച്ചയായിട്ട് ഈ സ്റ്റോക്ക് മുന്നേറി കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിലായിരുന്നു ഇതൊരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയത് 205 രൂപയിൽ. അതിനുശേഷം കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 178 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഇൻഡസ് ടവേഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ് ടവേഴ്സ് കഴിഞ്ഞ സെഷനിൽ 1.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഇൻഡസ് ടവേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 365 രൂപയിലായിരിക്കണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 421 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം.
അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട വ്യൂ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജി കഴിഞ്ഞ സെഷനിൽ 4% ഇടിവ് രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ എനർജി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജി. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ കനത്ത സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് അദാനി. ആൻഡ് അദാനി ഗ്രീൻ എനർജിയിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1758 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ന്യൂജൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ 1% ഒരു നഷ്ടത്തിൽ 1308 രൂപയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ദിസ് ഇസ് അഗെയിൻ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം മറക്കരുത്. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. വീക്ക്നെസ് ഒന്നും തന്നെ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1240 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1362 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1500 രൂപയിലായിരിക്കും. വിനോദ് എന്ന പ്രേക്ഷകൻ അവന്യൂ സൂപ്പർ മാർട്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 0.5% നഷ്ടമാണ് അവന്യൂ സൂപ്പർ മാർട്സ് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയത്. അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്ന 4850 രൂപ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഫ്ലെക്സ് ഫുഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഒരു ക്വറി വന്നിട്ടുണ്ട്. 4% ഒരു നഷ്ടമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞൊരു സെഷനിൽ 121 രൂപ 40 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രിയ, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, ഫ്ലെക്സ് ഫുഡ്സ് എന്നാണ് കമ്പനിയുടെ പേര്. സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ FLEX. ഫ്ലെക്സ് ഫുഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് വീണ്ടും NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഫ്ലെക്സ് ഫുഡ്സ്. ഇതിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ക്വറിയാണ് വന്നിരിക്കുന്നത്. 2% നഷ്ടമാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രീമിയർ എക്സ്പ്ലോസീവ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 485 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അദാനി എന്റർപ്രൈസുമായി ബന്ധപ്പെട്ട ക്വറിയും എത്തിയിട്ടുണ്ട്. അദാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് 2% നഷ്ടമാണ് കഴിഞ്ഞ സെഷൻ രേഖപ്പെടുത്തിയത്. സോ അദാനി എന്റർപ്രൈസസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്ത ദിവസമായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് അറൌണ്ട് 2700 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് ആയിരുന്നു മാറിയിരുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 2880, മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 3280. സോ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തോട്ട് വരികയായിരുന്നു. ബട്ട് ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3040 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3280 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവസാനമായി ഫാസിൽ എന്ന പ്രേക്ഷകൻ ബന്ധൻ ബാങ്കിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. ബന്ധൻ ബാങ്ക് കഴിഞ്ഞ സെഷനിൽ 3% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധൻ ബാങ്കിന്റെ കേസിൽ വീണ്ടും നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക്
15 ദിവസമായിട്ട് 190, 220 ഈ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ കനത്ത സെല്ലിംഗ് ആയിരുന്നു ഇത് നേരിട്ടത്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് ഇറ്റ് അപ്പ്. താങ്കൾ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായി ഒരു പ്രേക്ഷകൻ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കഴിഞ്ഞ സെഷനിൽ 208 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 197 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന 220. 220ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 240 രൂപയിലായിരിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ ധാരാളം ക്വറീസ് എത്തുന്നുണ്ട്. എല്ലാ ക്വറീസും നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നതിന് സമയപരിമിതിയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ക്വറീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർക്ക് പ്ലസിന്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.